ഹായ്, ഗുഡ് മോർണിംഗ്. ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നേ, ഈ ഓണം എന്ന് പറഞ്ഞാലേ സത്യസന്ധനായ മാവേലി, അതായത് വളരെ സത്യസന്ധനായ മാവേലി കേരളത്തിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തിനെ വരവേൽക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടിലെല്ലാവരും പൂക്കളോട്ട് സ്വീകരിക്കുന്നത്. പക്ഷെ ഇവിടെ ഒരാളുണ്ട്, അതിൻ്റെ ലോജിക്ക് എനിക്ക് മനസ്സിലായിട്ട. അതായത് സത്യസന്ധനായ മാവേലിനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് കട്ടെടുത്ത പൂവായിട്ട് ഓണം ആഘോഷിക്കുന്നത്. ഞാൻ കാണിച്ചത് അങ്ങനെ ഈ വളപ്പിലേടി പൂവില്ലേ, എങ്കിലും നോക്കിക്കോട്ടാ. പറഞ്ഞോടത്താട്ടെ ഏതെല്ലാം വീട്ടിലെ പോവാന്ന് പറഞ്ഞോടത്താട്ടെ വീട്ടുകാരിൽ ഇങ്ങോട്ട് വരട്ടെ. ഇവനൊന്നും നാണം കിട്ടും. ഇത് മറ്റേ പിന്നെ റോഡ് സൈഡിൽ ഉണ്ടാവുന്നില്ലേ, എള്ളിന്റെ കാട്ടെള്ളിന്റെ പൂവാന്നിട്ട് അങ്ങനെയൊന്നും ഇനി പറയല്ലേ. ഇനി ഗവൺമെന്റ് എന്നെ കുറ്റം പറയില്ലോട്ടോ. റോഡ് സൈഡിൽ അമ്പലത്തിൽ പോയിട്ട് പറിച്ചത്, പിന്നെ 2-3 ചെമ്പരത്തി പറിച്ചിട്ട് ബാക്കി എല്ലാം ഇടിയുള്ളതാട്ടാ. വെറുതെ കള്ളത്തരം പറയുന്നു. ഹായ്, ഇത് അത്തം തുടങ്ങിയില്ലല്ലേ? ഞാനുണ്ടല്ലോ സംക്രമം മുതലേ പൂടാൻ തുടങ്ങിട്ടാ. അത്തം മുതൽ 10 ദിവസമെല്ലാം സംക്രമം മുതലേ. അങ്ങ് തെക്കോട്ടെല്ലാം ഓരോ തരം പൂവാ വരൂടില്ല. അത്തത്തിന് തുമ്പപ്പൂ, പിന്നെ വേറൊരു പൂ, 10-ാം ദിവസം 10 തരം പൂ. ഇവിടെ അങ്ങനെ ഒന്നല്ലോട്ടാ, എല്ലാ തരം പൂവും ഇടും. അങ്ങനെ ഒരു തരം പൂന്നും വെച്ചില്ല സത്യം പറഞ്ഞാലേ. അല്ല, ഞാൻ നോക്കിയിട്ട് നിങ്ങൾ അങ്ങോട്ട് നോക്കിയിട്ട് ഇഷ്ടംപോലെ കാശി തുമ്മിണ്ട് കേട്ടാ. പിന്നെ ഒരു കാര്യമുണ്ട്, ഓണായാലും ഇവിടെ ചെമ്പരത്തി പൂ ഉണ്ടാവില്ല. ചെമ്പരത്തി ഇഷ്ടം പോലെ പൂ ഉണ്ടാവില്ല. പിന്നെ ഇത് നിങ്ങൾക്കറിയാം, ഇത് കരിമ്പിന്റെ പൂവാന്ന്. കരിമ്പ് അത് നമ്മൾ തിന്നുന്ന കരിമ്പല്ല, ഒരു പിന്നെ ആനക്കരിമ്പ് എന്നെല്ലാം പറയും. പണ്ട് ചെറുപ്പത്തിൽ സ്കൂളിൽ സ്ലേറ്റെല്ലാം വായിക്കാൻ എടുക്കുന്ന ഒരു കരിമ്പില്ലേ, അതിന്റെ പൂവാന്ന് കേട്ടാ. പിന്നെ ഇത് ഗതി കെട്ടാ പോലും പുല്ലുന്നത്. ഇതെന്നാ പറയാ, ഇത് കൂർക്കയില്ലേ, നമ്മളെ കൂർക്കക്കിഴങ്ങില്ലേ ഉപ്പേരി വെക്കുന്ന, അതിന്റെ ഇലയാന്ന് കേട്ടാ. കിട്ടിയതെല്ലാം ഞാൻ കുറച്ച് പൂടെ. എന്നാ പറയുക, നമുക്ക് പൂടങ്ങളെല്ലാം പൂട്ട് കഴിഞ്ഞാ ഇവൻ തന്നെ ഉണ്ടല്ലോ രാവിലെ തന്നെ തോണ്ടാൻ വേണ്ടി വന്നതാണ്. അത് നമുക്ക് മൈൻഡാക്കണ്ട, നമുക്ക് അതെല്ലാം പൂട്ടാലോ. അങ്ങനെ കുറെ കഷ്ടപ്പെട്ടെങ്കിലും ആട് കിടന്നെല്ലാം കട്ടെടുത്തിട്ടാണെങ്കിലും അമ്മ പൂവിട്ട് കഴിഞ്ഞേ കോപ്പിറൈറ്റിലല്ലോ പോവാന്ന്. ആർക്കും അങ്ങനെ മോഷ്ടിക്കാനൊന്നും പറ്റില്ല. പൂവായാലും പൂക്കളത്തിന്റെ ഡിസൈൻ ആയാലും. നോക്കിയേട്ടെ, നമ്മളുണ്ടല്ലോ ഉത്രാടത്തിന് തിരുവോണത്തിനല്ലേ നല്ല പൂടില്ല. പീടിയെന്നെല്ലാം മേടിച്ച് ജമന്തി ചെണ്ട് മല്ലിയെല്ലാം മേടിച്ചിട്ട് ഇപ്പല്ലേ ഈ പിന്നെ സാധാരണ ദിവസം ഇങ്ങനെ പൂടില്ലോട്ടോ. അത്തം മുതലല്ല ഞാൻ ഇങ്ങനെ ഇടല. എങ്ങനെയാണ് എന്റെ പൂക്കൾ നോക്കിയിട്ട് നല്ല നാടൻ പൂക്കളും കണ്ട ചപ്പും പൂവും കാട്ടുപൂവെല്ലാം. ഇതാണ് നമ്മളെ ഓണം അല്ലേ. എന്നാ പിന്നെ ഗീതച്ചി ഇനി എല്ലാ ദിവസവും പൂടോട്ടെ. ഇനി നമുക്ക് തിരുവോണത്തിന് നല്ല വലിയ പൂക്കളും കാണാട്ടോ. എന്നാല് ബൈ.